ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ കാലമായി ലോങ് വീഡിയോ എടുത്തിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ ആണ് പൊതുവേ എടുക്കല്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു കേട്ടോ, ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറെ ടെസ്റ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഡോക്ടർ ഉള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഡോക്ടർ നേരത്തെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സസ്തിയായി. ഇനി എന്തായാലും നാളെ പോവാമെന്ന് കരുതി. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇന്നലെ ഇന്നും ഭയങ്കരമായിട്ട് മഴ ചെയ്യുന്നു. അപ്പം നമ്മളെ ചെടിയൊക്കെ കുറേ നഷ്ടപ്പെട്ട്. ഇതിലൊക്കെ നല്ല വെള്ളം കയറിക്കണം. ഇതൊന്നും അത്ര വെള്ളം വേണ്ടേ ചെടിക്ക്. പിന്നെ മാറ്റി വെക്കാനാണെങ്കിൽ പറ്റൂല. പിന്നെ ഇത് മറ്റേതാണ് ശവനാരി എന്ന് പറയും കേട്ടോ ഇതിന്. ഇതൊക്കെ ഒടിഞ്ഞ് ഇതൊന്നും ഇങ്ങനെയല്ലേ ഇന്ന്. കുറേ ചെടി ഉണ്ടായിരുന്നു കേട്ടോ, ഒക്കെ മഴയത്ത് ഇങ്ങനെ നശിച്ച് പോയി. പിന്നെ കൂടുതൽ ഇലച്ചെടികളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു വർക്കിന് പോകാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വർക്കിന് പോവാട്ടോ. ഇവിടെ പോണ വഴിക്ക് നിറച്ച് വെള്ളമാണ്. 2 ദിവസത്തെ മഴ പെയ്തിട്ടുള്ളൂ, അപ്പോഴത്തിന് വെള്ളമായി. പിന്നെ നമ്മളിത് അങ്ങനെ അവിടെ എത്തിയിരിക്കണം. എൻ്റെ കസിൻ്റെ വീട്ടിലാട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് കസിൻ്റെ കുട്ടിയാണ്. എനിക്കിവിടെ വന്ന ഇവിടെ വെച്ച് കളിക്കലാണ് കുറേ നേരം പണി. ഇവള് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. കുറേ നേരം കളിക്കും, പിന്നെ കുറേ നേരം ദേഷ്യം പിടിച്ച് നമ്മളെ കാട്ടും. ഇപ്പം എൻ്റെ മടിയിലൊക്കെ കയറണം, അതിന് വേണ്ടി ഓരോന്ന് കാട്ടുകയാണ്. ഇന്ന് പിന്നെ നമുക്ക് അഡ്രസ്സ് എഴുതാനുള്ളതെന്ന് ഞങ്ങളിങ്ങനെ കൊറിയർ ചെയ്ത് കൊടുക്കുന്ന പണിയാണ്. അപ്പോൾ അതിന് വേണ്ടി അഡ്രസ്സ് എഴുതിയിരുന്നു. പിന്നെ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഗ്യാരണ്ടി ആഭരണങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. പലതരത്തിലെ പാദസരം, കൈച്ചെയിൻ അങ്ങനത്തെ ഓരോന്നാട്ടുള്ളത്. പിന്നെ അവളോടൊന്ന് ചിരിക്കാൻ പറഞ്ഞതാണ്. അവൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ്, ചിരിക്കാതെ നോക്കണ പോലും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം മഴ ഒന്നും ഇല്ലേന്ന്. പിന്നെ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങിയിട്ടാ. മഴക്ക് പിന്നെ അങ്ങനെ കാലമൊന്നുമില്ലല്ലോ, പെയ്യാ തന്നെ അവസ്ഥ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ മഴ ഒന്നും ഇല്ലേ, നമ്മൾ സാധാ പോലെ തന്നെ നല്ല വൃത്തിയിൽ പോയി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുകയാണ് ഈ മഴ പെയ്യോ ഇല്ലേന്ന്. പിന്നെ വന്ന് ദുഹറൊക്കെ നിസ്കരിച്ച്. അപ്പോഴത്തേന് ഉമ്മ പറഞ്ഞ് ഫുഡ് കഴിക്കണേ, ഫുഡ് കഴിച്ചിട്ട് ഇനി പോയിക്കോന്ന് പറഞ്ഞ്. അപ്പോൾ ഫുഡിന് തക്കാളിൻ്റെ ഒരു കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതായിരുന്നു. തേങ്ങ അരയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കറണ്ട് പോയിട്ട് പിന്നെ കറിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാൻ നിന്നപ്പോൾ നല്ല മഴ. അപ്പം ഞാൻ വിളിച്ചിങ്ങാണ്ട് പറഞ്ഞു ഇനി മഴയൊക്കെ മാറിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ്. ഇത് നമ്മളെ അയൽവാസിൻ്റെ ചെടിയാണ് അപ്പുറത്തുള്ളത്. മഴയത്താണെങ്കിൽ പോവാൻ നല്ല മടിയാണ്. പിന്നെ നമ്മളെ ആവശ്യമായി പോയില്ലേ, പോയേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ മഴയൊക്കെ മാറി കഴിഞ്ഞിട്ട് ഞാൻ കരുതി പോവാം. ഇനി അടുത്ത മഴ വരുന്നതിന് മുന്നേ എന്തായാലും വീട്ടിലേക്ക് പോവാമെന്ന് കരുതി. എൻ്റെ വീടല്ലോ, ഞാൻ പറഞ്ഞില്ല കസിൻ്റെ വീട്, അങ്ങോട്ടേക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുടയാണല്ലോ, കുട പിടിച്ചിട്ട് പോവാണ്. അപ്പോഴത്തെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഴ പിന്നെയും പെയ്തു. അപ്പം ഞാൻ പിന്നെ കുട എടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് നല്ല കാറ്റിട്ടോ, കാറ്റും നല്ല മഴയും. പിന്നെ റോഡിൻ്റെ ഈ ഭാഗം, പിന്നെ റോഡിൻ്റെ അവിടെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ വെള്ളം ആ സൈഡിലൊക്കെ നമ്മൾ കാണൂല, നമ്മൾ വികുമ്പോഴാവും അറിയല്. അങ്ങനെ പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്ത് മേലെ കൊണ്ടുവച്ച് കുട. ഇനിയിപ്പോൾ കുട വാരി പോവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച കുട്ടിയുണ്ട്, ഓളിങ്ങനെ കുടയൊക്കെ എടുത്തിട്ട് കേട് വരുത്തും. മഴ മാറിയിട്ടില്ല കേട്ടോ, നല്ല പെയിൻറ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പേരക്കമരം ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസം ഇങ്ങനെ നോക്കിക്കണം പറിക്കണമെന്ന് കരുതി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ആരും എടുക്കൂല, കേട് വരും ചെയ്യും, അപ്പോൾ പറിക്കാമെന്ന് കരുതി. അങ്ങനെ 2 എണ്ണം കിട്ടി. എനിക്ക് 3 എണ്ണം കിട്ടിയിരുന്നു. ഒന്ന് പറിക്കുന്ന സമയത്ത് നിലത്ത് വീണ് പോയി. പിന്നെ പോയി നോക്കിയപ്പോൾ അത് പൊട്ടിയും ചെയ്തിട്ട് പിന്നെ അടുത്തിട്ടില്ലേന്ന്. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. ഒരു 5 മണിയൊക്കെ കഴിക്കണ്. ഇപ്പം മഴ ഒന്നും പെയ്യണില്ല. അത് കഴിഞ്ഞ് പിന്നെ കടയിൽ നിന്ന് എനിക്ക് മിച്ചർ വാങ്ങാനുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞ് മിച്ചർ വാങ്ങിക്കൊണ്ട് ഞാൻ. അങ്ങനെ പിന്നെ കടയിൽ കയറി മിച്ചറൊക്കെ വാങ്ങി. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് മഞ്ഞ മിച്ചർ. പിന്നെ നമ്മളെ വല്യമ്മ അവിടെ പൂളാണ്, അത് കുഴിച്ചിട്ടിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ്. പൂളൻ്റെ മരമൊക്കെ നല്ല വലിപ്പമാണ് കേട്ടോ, പക്ഷേ പൂള ആകെ തിരുള്ളൂ. ഈ കാണുന്നത് ഫുള്ള് ഞങ്ങളെ കൃഷി സ്ഥലമാണ് കേട്ടോ, സ്വന്തം സ്ഥലമൊന്നുമല്ല, ആരുതോ സ്ഥലമാണ്. പക്ഷേ ഇവിടെ കുറേ കാലമായിട്ട് ഞങ്ങൾ കൃഷി എടുത്തിട്ട്.
പിന്നെ ഇത് അയൽവാസിൻ്റെതാണ്. ഓരോടെ ചക്കരക്കിഴങ്ങ് ഉണ്ടേന്ന് ഞങ്ങളുടെ പൂളും പിന്നെ മഴ ആണല്ലോ, മഴ ആയിക്കഴിഞ്ഞാൽ ഈ പാടത്ത് നല്ല വെള്ളം നിൽക്കും. പാടാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറിക്കാമെന്ന് കരുതി. ഈ കാണുന്ന ഫുള്ള് കാടാണ്. ഇനി ഇത് വെട്ടി ഇതാക്കണം. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ നല്ല ഇരുടായിട്ടാണ്. പൊതുവെ രാത്രി ഇരുടാണ്, പക്ഷെ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. പിന്നെ കറണ്ട് പോയി. കറണ്ടിനാണെങ്കിൽ ഒരുമാതിരി കളി, പോവുക വരിക. പിന്നെ വേറെ നിവർത്തിയൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ ലൈറ്റ് മെഴുകുതിരി കത്തിച്ച് കണ്ട് ചായ വെള്ളം ചൂടാക്കാണ്. ഇപ്പം നമ്മൾ പൂള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പൂള പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ ചിക്കൻ്റെ ഗ്രേവി ആയിരുന്നു കേട്ടോ കഴിക്കാനുള്ളത്. ഇത് വൈകുന്നേരം ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷെ ഞാൻ രാത്രിയാണ് കഴിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.